ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ പി ജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ബേസിക് പൊളിറ്റിക് കൺസെപ്റ്റ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് പവർ. ഒരു സമൂഹത്തിനെ നിയന്ത്രിക്കാനും ഏകീകരിക്കാനുമുള്ള കഴിവാണ് അധികാരം. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഇടപഴകാനും കാര്യങ്ങൾ യുക്തിപരമായി ചെയ്യാനും സാധിക്കുന്നു. ഇതിലൂടെ തങ്ങളുടെ അധികാരം ദൃഢപ്പെടുത്താനും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അധികാരത്തിന് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് രാഷ്ട്ര തത്വചിന്തകനും ചരിത്രകാരനുമായ ബെർട്രാൻഡ് റസ്സൽ 1938 തന്റെ പവർ എ ന്യൂ സോഷ്യൽ അനാലിസിസ് എന്ന കൃതിയിൽ ലക്ഷ്യം നേടാനുള്ള ഒരാളെ കഴിവിനെയാണ് അധികാരം എന്ന് നിർവചിച്ചത്. അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ ഡേവിഡ് ഇസ്റ്റർ അധികാരത്തെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ സ്വന്തം ലക്ഷ്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പ്രവർത്തനത്തെ നിർണയിക്കാൻ കഴിയുന്നതിനെയാണ് അധികാരം എന്ന് പറയുന്നത്. മറ്റുള്ളവർ ചെയ്യാത്തതിനെ ചെയ്യിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന കഴിവാണ് അധികാരം. ഇത് പ്രതിഫലം നൽകിയോ ഭീഷണിപ്പെടുത്തിയോ ബലപ്രയോഗത്തിലൂടെയോ സാധ്യമാക്കുന്നു. ഇനി അധികാരത്തിന്റെ സവിശേഷതകൾ. അതിൽ ഫസ്റ്റ് പറയുന്നത് റിലേഷണൽ. അധികാരം ഒരു തരത്തിൽ മാനുഷിക ബന്ധമാണ്. ഒരാൾക്ക് മറ്റൊരാളെ നിയന്ത്രിക്കണമെങ്കിൽ അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം നിലനിൽക്കണം. ഉദാഹരണമായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ, മുതലാളിമാർ തൊഴിലാളികളെ, രാഷ്ട്രീയക്കാർ ജനങ്ങളെ, അധ്യാപകർ വിദ്യാർത്ഥികളെ. ഇനി അടുത്തത് സിറ്റുവേഷണൽ. വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരുള്ള അധികാരം പലപ്പോഴും സാഹചര്യത്താൽ രൂപപ്പെട്ടതാണ്. സാഹചര്യത്തിന്റെ തോതനുസരിച്ച് അധികാരത്തിന്റെ തീവ്രതയിൽ മാറ്റമുണ്ടാകും. ഉദാഹരണമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സർവീസ് കാലയളവിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ അധികാരം ജനങ്ങളെ മേലെടുക്കാൻ സാധിക്കില്ല. ഇനി ഡിപ്പെൻഡഡ് ദ ലെവൽസ്. അധികാരം പ്രയോഗിക്കാൻ സ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തിനനുസരിച്ച് ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുന്ന അധികാരത്തിനും മാറ്റമുണ്ട്. നോട്ട് അബ്സല്യൂട്ട്. അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് നോട്ട് അബ്സല്യൂട്ട്. മറ്റെന്തിനോടെങ്കിലും യോജിച്ച് ഉപയോഗിക്കുന്ന അധികാരം മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നു. ഇനി കപ്പാസിറ്റി. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് കപ്പാസിറ്റി. ഒരു വ്യക്തിയുടെയോ രാജ്യത്തിന്റെയോ കഴിവ് അധികാരം നിലനിർത്തുന്നത് നിർണായകമാണ്. ഇനി പവർ മസ്റ്റ് ബി ബാക്ക്ഡ് അപ്പ് ദ സാങ്ഷൻ. അധികാരം അനുവദിക്കപ്പെടാത്തപ്പോൾ അഴിമതിയും നീചപ്രവണതകളും ഉടലെടുക്കുന്നു. തൽഫലമായി അധികാരം നിയമസാധുതമായി തുടരുന്നതിന് ചില നിയമപരമായ അനുമതികളും നൽകപ്പെടുന്നു. ഇനി പവറിന്റെ സോഴ്സുകൾ. അത് ഫസ്റ്റ് പറയുന്നത് നോളജിയാണ്. അറിവാണ് ഏറ്റവും ശക്തമായ ഒരു ഉറവിടം. അറിവ് നമ്മുടെ മനസ്സിന്റെയും ആത്മാവിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അറിവ് ഒരു നേതാവിന്റെ നേതൃത്വ ശേഷി വികസിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ. ശക്തിയുടെ മറ്റൊരു സ്രോതസ്സാണിത്. ഒരു കൂട്ടം വ്യക്തികളുടെയോ ചിട്ടയായ പ്രവർത്തനങ്ങൾ അധികാരം കൈവരിക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഇനി എക്കണോമിക്കൽ. സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തിക നില എന്നത് അധികാരത്തിന്റെ മറ്റൊരു ഉറവിടമാണ്. സമ്പത്തുള്ളവൻ സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം നിലനിൽക്കുകയും രാഷ്ട്രീയ ബന്ധങ്ങൾ പ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ശക്തമായ സാമ്പത്തിക നിലയുള്ള രാജ്യം തന്റെ അധികാരം മറ്റു രാജ്യങ്ങളുടെ മേൽ പ്രയോഗിക്കുന്നതിന്. ഇനി അതോറിറ്റി. അധികാരം എപ്പോഴും ഒരു ജനാധിപത്യ ഭരണത്തിന്റെ പ്രതീകമാണ്. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ മറ്റുള്ളവരുടെ നിയമാനുസൃതമായി അധികാരം പ്രയോഗിക്കാനുള്ള അധികാരമുണ്ട്. ഇനി പേഴ്സണാലിറ്റി. വ്യക്തിത്വം അധികാരത്തിന്റെ ശക്തമായ ഒരു ഉറവിടമാണ്. വ്യക്തിയുടെ വേഗത്തിലും ഉറച്ചതുമായ തീരുമാനമെടുക്കാനുള്ള കഴിവ്, വിവേകം, ധൈര്യം എന്നിവ വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇതിനടുത്ത് അധികാരത്തിന്റെ ഫോംസ് ആണ്. സാമൂഹ്യ വിശകലനത്തിന്റെ വീക്ഷണത്തിൽ നിന്നും അധികാരത്തെ പ്രധാനമായും 4 തരം തിരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് രാഷ്ട്രീയം, സാമ്പത്തികത, മാനസികത, ശാരീരികത. രാഷ്ട്രീയ വീക്ഷണത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രത്തിനും ശക്തി പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സാമ്പത്തികത ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇതുമൂലം എല്ലാവരുടെയും സ്വാധീനിക്കാനുള്ള കഴിവും കരസ്ഥമാക്കുന്നു. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ശാരീരിക ശക്തി. ഏതൊരു രാജ്യവും അതിന്റെ സൈനിക അധികാരം കൈയാളുകയും ഇത് വിദേശ ആക്രമണത്തിനെതിരെ പരമാധികാരം നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി മാനസികത.
അഥവാ സൈക്കോളജിക്കൽ പവർ. പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള കഴിവാണിത്. ഒരു രാജ്യം തുടർന്നു വരുന്ന സിദ്ധാന്തങ്ങളും ആയുധ അധികാരങ്ങളും ഇതിന്റെ ഭാഗമാണ്. ഇനി അടുത്ത പറയുന്നത് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം നിലനിർത്തുന്ന അധികാര സ്ഥാപനങ്ങളെയാണ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അധികാരം പലപ്പോഴും നിയന്ത്രിതവും നിയമസാധുതയും നിയമത്തിന്റെയും ജനങ്ങളുടെയും പിന്തുണയോടെയും നിലനിൽക്കുന്ന ഒന്നാണ്. അതോറിറ്റി എന്ന പദം ലാറ്റിൻ വാക്കായ ഒക്ടർ അല്ലെങ്കിൽ ഒക്ടോറിറ്റസ് എന്നതിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഇതിനർത്ഥം റൈറ്റ് ടു വാല്യൂ എന്നാണ്. അതോറിറ്റി ഇല്ലാതാകുമ്പോൾ രാജ്യത്ത് അധികാര ശക്തി പ്രയോജനപ്രദമല്ല. അതോറിറ്റി പണ്ഡിതന്മാർ നിർവചിക്കുന്നത് ഇതിലൂടെയാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റോബർട്ട് മാക് അവരുടെ അഭിപ്രായത്തിൽ അധികാരത്തെ പലപ്പോഴും നിർവചിക്കപ്പെടുന്നു അധികാരം അനുസരണയും കൽപ്പിക്കാനുള്ള ശക്തിയായിട്ടാണ്. ജർമ്മൻ ചിന്തകനായ കാൾ ഫ്രിഡ്രിക് അധികാരം യുക്തിയുടെ മൂർത്തിത ഭാവമാണ്. അത് യുക്തി സമാഹം വിശദീകരിക്കുന്നതിന്റെ ശേഷിയെ ആശ്രയിച്ചിരിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അതോറിറ്റി എന്നത് സഹജമായതോ നേടിയെടുക്കുന്നതോ ആയ ഒരു ഗ്രൂപ്പിന്റെ മേൽ ആധിപത്യം പുലർത്താനുള്ള കഴിവാണെന്ന് പൊതുവായ ഒരു ധാരണയാണ്. ഇനി അതോറിറ്റിന്റെ സവിശേഷതകൾ. അതിൽ ഫസ്റ്റ് പറയുന്നത് ലെജിറ്റിമസി. നിയമസാധുതയാണ് അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അധികാരത്തിന്റെ അടിസ്ഥാനം നിയമത്തിന്റെയും ജനങ്ങളുടെയും അംഗീകാരമാണ്. ഇനി ഡൊമിനൻസ്. ആധിപത്യം അധികാരം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ അധികാരം പ്രയോഗിക്കാൻ ആദ്യം ആധിപത്യം നേടിയെടുക്കണം. ഉദാഹരണമായിട്ട് തൊഴിൽ മേഖലയിലെ സ്ഥാനമാനങ്ങൾ ഇത്തരം ആധിപത്യം നേടിയെടുക്കുന്നതിനുള്ള അധികാരമാണ്. പിന്നെ ഇൻഫോർമൽ. അധികാരത്തിന് പ്രാഥമിക സ്വഭാവമില്ല, മറിച്ച് അവ ഔപചാരികത നിലനിർത്തുന്നതാണ്. ജർമ്മൻ തത്വചിന്തകനായ ഫ്രെഡറിക് പറയുന്നത് അധികാരം ഒരു രാഷ്ട്രീയ ശക്തിയല്ല, മറിച്ച് അധികാരമായി കൈകോർത്തു നിൽക്കുന്ന ഒന്നാണ്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി. അധികാരം എന്നത് ഉത്തരവാദിത്യം നിറഞ്ഞതാണ്. അധികാരം ഭരണകൂടക്ക് എല്ലായ്പ്പോഴും ഉത്തരവാദിത്യങ്ങളെ ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും നടത്തുന്നത്. ഇനി എബിലിറ്റി. യുക്തിപരമായ പെരുമാറ്റം അധികാരത്തിന് മറ്റൊരു കഴിവാണ്. ഇത് ശക്തിയുടെ അടിത്തറയായി കാണുന്നു. ഇനി അതോറിറ്റിയുടെ സോഴ്സസ്. ട്രഡീഷണൽ പവർ ഓഫ് അതോറിറ്റി. നിലനിന്നു വരുന്ന ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം അധികാരങ്ങൾ നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള അധികാരം പ്രത്യേകം സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ചരിത്രമായ പ്രാധാന്യത്തിലൂടെ നിയമസാധുത നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അധികാരം തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനി ലീഗൽ റേഷണൽ അതോറിറ്റി. അധികാരം, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് നേതാക്കൾ പോലുള്ള ഔപചാരിക സ്ഥാപനങ്ങൾ അധികാരം ഉപയോഗിക്കുന്നതിന് ഇത് അടിസ്ഥാന നിയമ ചട്ടങ്ങളും പാലിക്കുന്നതിൽ ഊന്നൽ നൽകുന്നു. ഇനി കരിസ്മാറ്റിക് അതോറിറ്റി. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ഗുണങ്ങൾ അസാധാരണമായ സവിശേഷതയാണ്. ഇത് പരമ്പരാഗതമോ നിയമപരമോ അല്ല, മറിച്ച് വ്യക്തിയുടെ ഗുണങ്ങൾ, കഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതോ ആവാം. ഇനി ബേസിസ് ഓഫ് പവർ. ഫസ്റ്റ് കൺസെന്റ്. സർക്കാർ തങ്ങളുടെ അധികാരം വിനിയോഗിക്കുന്നതിന് സമൂഹത്തിൽ അംഗീകാരം ആവശ്യമാണ്. ഭരണകൂടത്തിനോട് ജനങ്ങൾക്കുള്ള സമ്മതം മൂളുകയാണെങ്കിൽ നിർബന്ധിത അധികാരം ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കാം. ഇനി ഫോഴ്സ്. അധികാരം കൂടുതൽ പ്രാപ്തമാകുന്നത് ബലപ്രയോഗത്തിലൂടെയാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് മൂലമാണ് ഇത്തരം ബലപ്രയോഗങ്ങൾ സാധ്യമാക്കുന്നത്. പിന്നെ കോർപ്പറേഷൻ. അധികാരത്തിന് അടിസ്ഥാനം ഗവൺമെന്റിന്റെ സുഖകരവും സുസ്ഥിരമായ പ്രവർത്തനം നിയന്ത്രിക്കുന്നതുമായ ജനങ്ങളുടെ സഹകരണമാണ്. ഇനി സോഷ്യൽ ആൻഡ് ഫിസിയോളജിക്കൽ സാങ്ഷൻ. സാമൂഹ്യ മനഃശാസ്ത്രപരമായ അനുമതിയിലൂടെയാണ് അധികാരം നിലനിർത്തുന്നത്. സമൂഹത്തിൽ അധികാരം ജനങ്ങളെ പലപ്പോഴും അടിമകളാക്കാറുണ്ട്. പലപ്പോഴും ജനങ്ങൾ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും പേരിൽ ഭയം ഉള്ളതിനാലാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. പിന്നെ ലെജിറ്റിമസി. നിയമസാധുത, അധികാരം എന്നീ പദങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത് അധികാരത്തിന്റെ അടിത്തറയാണ്. ലെജിറ്റിമസി എന്ന പദം ലാറ്റിൻ വാക്കായ ലെജിറ്റിമസ് എന്നതിൽ നിന്നും എടുത്തതാണ്. ഇത് ലോഫുൾ എന്ന അർത്ഥം നൽകുന്നു. നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥയെ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാവരും പിന്തുടരാനും
സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ശേഷി ഈ നിയമങ്ങൾക്കുണ്ട്. നിയമങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്തിനും രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നു. നിയമങ്ങൾ വിവിധ ഘട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കോടതികൾ, പോലീസ്, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ ഘടകങ്ങൾ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് നിലകൊള്ളുന്നു. ഇനി ലെജിറ്റിമസിയുടെ സവിശേഷതകൾ. ഫസ്റ്റ് കൺസെപ്റ്റ്. നിയമസാധുത ഭരിക്കുന്ന ആളുകളുടെ സ്വമേധയുള്ള സ്വീകാര്യതയെയും സമ്മതത്തെയും ആശ്രയിച്ചിരിക്കുകയാണ്. ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. സ്ഥാപിക്കപ്പെട്ട നിയമങ്ങൾ, ഭരണഘടനകൾ, നിയമപരമായ നടപടികൾ എന്നിവ പാലിക്കുന്നതിൽ നിന്നും നിയമസാധുത ലഭിക്കുന്നു. ഈ പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ്. അധികാരം കൈവശം വെക്കുന്നവർ ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതിലൂടെ നിയമസാധുത നടപ്പിലാക്കുന്നു. അല്ലാത്ത പക്ഷം സമരങ്ങൾ, ഹർത്താലുകൾ തുടങ്ങിയ സാമൂഹ്യ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു. ഇനി ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ. നിയമങ്ങൾ ചരിത്രപരവും സാംസ്കാരികപരവുമായ ചട്ടങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരുടെ വരവാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു ഭരണഘടനയ്ക്ക് തുടക്കമിട്ടത്. അതുവരെ നമ്മൾ ഒരു രാജവാഴ്ചയ്ക്ക് കീഴിലായിരുന്നു നിലനിന്നിരുന്നത്. ഓരോ വ്യക്തിയുടെയും സാംസ്കാരിക ചുറ്റുപാടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഭരണഘടന ഇത്തരം നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഇനി ഐഡിയോളജിക്കൽ ആൻഡ് ഐഡിയൽസ്. നിയമസാധ്യത എന്നത് മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ എന്നീ ചട്ടങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിയമം നടപ്പിലാക്കുന്നവർ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മൂല്യങ്ങളും സ്വത്വങ്ങളും നിലനിർത്തുന്നതുമായി നിയമസാധുത കൃത്യമായി നടപ്പിലാക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിൽ നിയമസാധുത നിർണായകമാണ്. അധികാരത്തിൽ നിയമസാധുത ഇല്ലെങ്കിൽ അവിടെ പ്രതിരോധം, വെല്ലുവിളി തുടങ്ങിയവ പ്രത്യക്ഷപ്പെടും. നിയമങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, നിർവചനങ്ങൾ എന്നിവയിൽ സാമൂഹികമായ നിർമ്മിതമായ ചില വ്യവസ്ഥക്കുള്ളിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രവൃത്തി ഉചിതമായ രീതിയിൽ സമവൽക്കരിക്കപ്പെടുന്നതാണ് ഡേവിഡ് ബീഗം പറയുന്നത്. നിയമസാധുത എന്നത് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഒരു സ്വത്താണ്. അത് അധികാരം നൽകുകയും ചെയ്യുന്നുവെന്ന് ജോൺ എച്ച് ഗിഹിയും റിച്ചാർഡ് സ്നൈഡും പറയുന്നു. ഇനി നമുക്ക് ലെജിറ്റിമസിയുടെ സോഴ്സസ് നോക്കാം. നിയമസാധുതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമാണ് പാരമ്പര്യങ്ങളും ആചാരങ്ങളും. സമൂഹത്തിന്റെ അനുവദനീയമായ ആചാരങ്ങളും പാരമ്പര്യങ്ങൾക്കും അനുസരിച്ച് അധികാരം പ്രയോഗിക്കപ്പെടുന്നു. ഈ പേഴ്സണൽ ക്വാളിറ്റി. ഒരു അധികാര വ്യവസ്ഥയിൽ അത് കൈയാളുന്ന വ്യക്തിക്ക് വ്യക്തിഗുണം പ്രധാനപ്പെട്ടതാണ്. തങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് മെച്ചപ്പെട്ട വ്യക്തിത്വം ഉണ്ടോ എന്ന് ജനങ്ങൾ വീക്ഷിക്കുകയും തൽഫലമായിട്ട് അധികാരത്തിന്റെ നിയമവ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പാലിക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നെ ലീഗാലിറ്റി. ഒരു വ്യവസ്ഥ നിയമാനുസൃതമാണെങ്കിൽ മാത്രമേ അതിന് അംഗീകാരം നൽകപ്പെടുകയുള്ളൂ. പിന്നെ ടൈപ്പ് ഓഫ് ലെജിറ്റിമസി. ഐഡിയോളജിക്കൽ ലെജിറ്റിമസി. നിയമസാധുത ഉറവിടം പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഫലമായാണ് രൂപപ്പെടുന്നത്. ഓരോ സമൂഹത്തിനും അതിൻ്റെതായ ആശയങ്ങളും മൂല്യങ്ങളുമുണ്ട്. ഭാവിയെക്കുറിച്ച് വ്യക്തമായ വീക്ഷണം നൽകുകയും ആദർശങ്ങളും മൂല്യങ്ങൾ എന്നിവയുടെ വ്യക്തമായ ഉറവിടം കൂടിയാണ് രാഷ്ട്രീയ സംവിധാനങ്ങൾ. ഇനി സ്ട്രക്ചറൽ. ഭരണകൂടത്തിന്റെ ഘടനയുടെയും മാനദണ്ഡത്തിന്റെയും നിയമത്തിനുള്ള വ്യക്തിപരമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സ്ട്രക്ചറൽ ലെജിറ്റിമസി. ഓരോ സിസ്റ്റവും ഒരു പ്രത്യേക ഘടനയും ചട്ടങ്ങളും നിലനിർത്തുന്നുണ്ട്. ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യേകം ആകർഷണമാണ്. ഇനി പേഴ്സണൽ. നേതാക്കളുടെ വ്യക്തിത്വം സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള നിയമസാധുതയാണ് വ്യക്തിത്വപരമായ നിയമസാധുത സൂചിപ്പിക്കുന്നത്. ഇനി പവറും അതോറിറ്റിയും ലെജിറ്റിമസിയും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ഈ മൂന്ന് വീക്ഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പവറും അതോറിറ്റിക്കും നിയമസാധുത ഇല്ലാതെ വരുമ്പോൾ അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു. നിയമവ്യവസ്ഥയിൽ അധികാരം സംഘടനകൾക്കും അധികാരികൾക്കും സമൂഹത്തിൽ അധികാര വ്യവസ്ഥ നിലനിർത്തുന്നു. ശക്തമായ ഒരു ഭരണത്തിനു മാത്രമേ നിയമങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇതിനായി ഒരു അധികാര സംഘടന പിന്തുണ അത്യാവശ്യമാണ്. നിയമവ്യവസ്ഥയുടെ പിന്തുണയാണ് അധികാരത്തെയും അതോറിറ്റിയെയും താങ്ങി നിർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിയമസാധുത രാഷ്ട്രീയ വ്യവസ്ഥയെ അനുയോജ്യമായ അതിന്റെ പവിത്രതയെ അനുസരിക്കാൻ ജനങ്ങളെ ബാധ്യസ്ഥരാക്കുന്നു. അധികാരികൾക്ക് നിയമസാധുത അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാനും അത് നടപ്പിലാക്കാനും സാധിക്കും. ഇവ മൂന്നും കൂടിച്ചേരുമ്പോൾ
ഇവ മൂന്നും കൂടി ചേർന്നത് കൊണ്ടാണ് ഒരു സമൂഹത്തിൽ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നത്, ജനങ്ങൾക്ക് അത് പിന്തുടരാനും കഴിയുന്നത്. പലപ്പോഴും നിയമസാധുത ഇല്ലാതെ അധികാരം പ്രയോഗിക്കപ്പെടാറുണ്ട്. ഇത് സ്വേച്ഛാധിപത്യത്തിനും സാമൂഹ്യ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാവുകയും സാമൂഹ്യ ഘടനയിൽ സാരമായ മാറ്റങ്ങൾ വരുത്താനും കാരണമാകുന്നു. ഇനി അടുത്തത് കൺസെൻസ് അതാ സമവയം. ഇതൊരു പൊതു ഉടമ്പടിയെ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മൂല്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനങ്ങളുടെ സുഖകരമായ പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. ഒരു പ്രത്യേക തീരുമാനത്തെയോ പ്രശ്നത്തെയോ ഒരു കരാറ് മുഖേനയോ ധാരണയിലെത്തുന്ന വീക്ഷണമാണിത്. ഇതിലൂടെ ഐക്യം രൂപപ്പെടുന്നു. ഇതിലൂടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും അഭിപ്രായത്തിനെ മാനിക്കുന്നു. ഇനി കൺസെൻസിന്റെ സവിശേഷതകൾ. ഇൻക്ലൂസീവ് ഡിസിഷൻ മേക്കിംഗ്. വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ, ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം തുടങ്ങിയ പ്രക്രിയയാൽ യോജിച്ചതും കൂട്ടായതുമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിലൂടെ ഓരോ വ്യക്തിക്കും തങ്ങളുടെ തീരുമാനങ്ങൾ പറയാനും യോജിച്ച നിലപാട് സ്വീകരിക്കാനും സാധിക്കുന്നു. നേരത്തെ കോംപ്രമൈസ് ആൻഡ് കൊളാബറേഷൻ. കൺസെൻസസ് നിർമ്മിക്കുന്നതിന് പലപ്പോഴും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു പക്ഷെ തങ്ങളുടെ ആശയങ്ങൾ മറ്റൊരാൾക്ക് യോജിച്ചതായും ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനങ്ങൾ നിലനിർത്താനും സഹകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇതിന് പരസ്പര സഹകരണ മനോഭാവം അത്യാവശ്യമാണ്. റെസ്പെക്ട് ഫോർ മൈനോറിറ്റി വ്യൂസ്. ന്യൂനപക്ഷ വീക്ഷണങ്ങളുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും മാനിക്കപ്പെടുന്നതിന്റെ പ്രാധാന്യത്തെയാണ് ഇതിലൂടെ പറയുന്നത്. തീരുമാനങ്ങൾ ഭൂരിപക്ഷത്തിന് മാത്രമല്ല മുൻഗണന നൽകുന്നത്, മറിച്ച് യോജിച്ചതും ഫലവത്തതുമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കേണ്ടത് ഇത്തരം ആശയങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇവിടെ എല്ലാവരും തുല്യമായ അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ബിൽഡ് ഓഫ് ആർഗ്യുമെന്റ്. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയുമാണ് സമവയം കൈവരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള സാഹചര്യവും പുരോഗതിയും നോക്കിക്കാണുകയും തൽഫലമായി ഭാവിയിലെ മുന്നേറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്നു. ഇനി വോളണ്ടറി അക്സെപ്റ്റൻസ്. തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല, മറിച്ച് അവ സ്വമേധയാ സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡോപ്റ്റബിലിറ്റി. ഇതെല്ലാ വിശദാംശങ്ങളും നിശ്ചിതമായ ഒരു കരാറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എല്ലാവരുടെയും പങ്കാളിത്തത്തെയും തീരുമാനത്തിനെയും എല്ലാ വശങ്ങളെയും പൂർണ്ണമായും യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു. ഇതൊരു വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയാണ്, പ്രത്യേകിച്ച് സങ്കീർണവും തർക്കവീക്ഷണവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ഇനി ഫങ്ഷൻസ്. ഫസ്റ്റ്, സാമൂഹ്യ ഐക്യം. ഒരു സമൂഹത്തിൽ ഐക്യവും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാമൂഹ്യ ഐക്യം നിലനിർത്തുന്നു. പൊതുവായൊരു മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ആളുകൾ പിന്തുടരുമ്പോൾ അവിടെ ഐക്യം രൂപപ്പെടുന്നു. ഇനി സ്റ്റെബിലിറ്റി. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നിയമങ്ങൾ, നയങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുമ്പോൾ അവിടെ സാമൂഹ്യ ക്രമവും സുസ്ഥിരവും നിലനിർത്തുന്നു. സുഖകരമായ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ്. പോളിസി മേക്കിംഗ്. വ്യത്യസ്തമായ നയങ്ങളും തീരുമാനങ്ങളും കൂടുതൽ ഫലവത്താവുന്നു. ഇത് സ്വീകാര്യതയും നിയമസാധുതയും ബന്ധിപ്പിക്കുന്നു. നയങ്ങൾ ജനങ്ങളുടെ വിവിധമാർന്ന താല്പര്യങ്ങളും കാഴ്ചപ്പാടിനെയും ഉറപ്പാക്കുന്നതാണ്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. രാഷ്ട്രീയത്തിന്റെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഒരു അവസരം നൽകുന്നു. പരസ്പര വിരുദ്ധമായ തീരുമാനങ്ങൾ ചർച്ചയിലൂടെ ഫലവത്തായി മാറ്റുകയും പിരിമുറുക്കവും അക്രമവും വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. ഇനി ലെജിറ്റിമസി. രാഷ്ട്രീയ സംഘടനക്കും അധികാരവർഗങ്ങൾക്കും നിയമസാധുത സ്ഥാപിക്കുന്നതിന് തീരുമാനങ്ങൾ പങ്കുവഹിക്കുന്നു. തീരുമാനങ്ങളെ പ്രവർത്തനങ്ങളും നയങ്ങളും സാധുത നിലനിർത്തുന്നു. ഇത് പൊതു ജനപിന്തുണക്ക് വഴിയൊരുക്കുന്നു. ഇനി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. പങ്കാളിത്തം, ആലോചന തുടങ്ങിയ ആശയങ്ങൾ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ജനാധിപത്യ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇവ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ വിലയിരുത്തുകയും പൗരന്മാരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും സമത്വം, സുതാര്യത എന്നിവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സോഷ്യൽ പ്രോഗ്രസ്. പ്രധാന വിഷയങ്ങളിൽ കൂട്ടായ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ സാമൂഹ്യ പുരോഗതി സുഖകരമാക്കുന്നു. മാത്രമല്ല മാറ്റത്തിനും പരിഷ്കരണത്തിനും വെല്ലുവിളി നിലനിൽക്കുമ്പോൾ അവ ഏകോപിച്ച് നിർത്തിക്കൊണ്ട് നല്ല സാമൂഹ്യ മാറ്റം വളർത്തിയെടുക്കാനും സഹായിക്കുന്നു.
അടുത്തത് കോൺഫ്ലിക്ട് തിയറി. സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ സംഘടനകളും അധികാരങ്ങളും പോരാട്ടങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിരന്തരമായ സംഘടനത്തിലൂടെയും മത്സരത്തിലൂടെയും സാമൂഹ്യ സ്ഥിരതയും ക്രമവും കൈവരിക്കുന്നത്. ഇനി കോൺഫ്ലിക്ട്. പൊതുവായ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ഉള്ളവർ തമ്മിൽ ചിന്തിക്കുന്നവരോ ആയ രണ്ടോ അതിലധികമോ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ തമ്മിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫെയർചൈൽഡ് പറയുന്നത് പോലെ ഒരു കൂട്ടം വ്യക്തികൾക്ക് പരസ്പരം ഭീഷണിപ്പെടുത്തുകയോ താല്പര്യങ്ങൾ തടയുകയോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇത് സംഘടിതമോ അസംഘടിതമോ ആവാം. ഗില്ലിന്റെ അഭിപ്രായത്തിൽ സംഘർഷം എന്നത് ആക്രമണത്തിലൂടെയോ ഭീഷണിയിലൂടെയോ എതിരാളിയെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിലൂടെയോ വ്യക്തികൾ, ഗ്രൂപ്പുകൾ എന്നിവരുടെ ലക്ഷ്യം തേടുന്ന സാമൂഹ്യ പ്രതിഭാസമാണ്. W. ഗ്രീൻ ഇത് മറ്റൊരാളുടെ ഇഷ്ടത്തെ എതിർക്കാനോ ചെറുക്കാനോ നിർബന്ധിക്കാനോ ഉള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് പറയുന്നത്. ഇത്തരം സംഘർഷങ്ങൾക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം. ഇത് സാമൂഹികത, വർഗം, വംശം, ലിംഗം, രാഷ്ട്രീയം, മതം, സമ്പത്ത്, സംസ്കാരം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ വഴി വ്യക്തികൾ തമ്മിൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മാർക്സ് 3 നിർണായക സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നു. പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം, ഭരണകൂടം, സമ്പദ് വ്യവസ്ഥ എന്നിവ സംഘർഷങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് അദ്ദേഹം പറയുന്നു. സംഘർഷത്തിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്: വർഗസമരം, ശക്തി, വിഭവം എന്നിവയിലെ മാറ്റങ്ങൾ, സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങൾ, വ്യത്യസ്ത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പിന്തുടരുന്നത്, സമൂഹത്തിന്റെ അസന്തുലിതമായ വിതരണം, അസമത്വത്തിലൂടെയുള്ള അധികാരങ്ങൾ, വിഭവങ്ങളുടെ മത്സരമത, സമ്പത്ത്, ഭൂമി, ജോലി, വിദ്യാഭ്യാസം എന്നിവയിലേക്കുള്ള മത്സരങ്ങള്, പിന്നെ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, പിന്നെ സാമൂഹിക മാറ്റം. ഇനി ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്. പ്രധാനമായിട്ടും 2 ടൈപ്പാണ് പറയുന്നത്. ഒന്ന് മാനിഫെസ്റ്റ്, രണ്ടാമത് ഒളിഞ്ഞിരിക്കുന്ന സംഘർഷങ്ങൾ. അതില് പ്രതിഷേധങ്ങൾ, പണിമുടക്കുകൾ അല്ലെങ്കിൽ നിയമ പോരാട്ടങ്ങൾ പോലെയുള്ള സാമൂഹ്യം നിരീക്ഷിക്കപ്പെടുന്ന തുറന്നായ സംഘർഷമാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതും എന്നാൽ ഇതുവരെ ആയിട്ടും ഉയർന്നിട്ടില്ലാത്തതുമായ സംഘർഷങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്ന സംഘർഷങ്ങൾ. ഇനി ഇതിന്റെ തിയറീസ്. വിവിധ സാമൂഹ്യ ശാസ്ത്രജ്ഞ സിദ്ധാന്തത്തിൽ ഒരു കേന്ദ്രമായിട്ടാണ് സംഘർഷത്തിനെ സൂചിപ്പിക്കുന്നത്. മാർക്സ് സാമൂഹ്യ വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷം മുതലാളിത്ത ചൂഷണത്തെയും ഊന്നൽ നൽകി. ഫെമിനിസ്റ്റ് സിദ്ധാന്തം ലിംഗാനുഷ്ഠിതമായ സംഘടനയ്ക്കും അധികാരത്തിനുമാണ് ഊന്നൽ നൽകിയത്. സാമൂഹ്യ സംഘർഷം പലപ്പോഴും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കും. വ്യക്തികളോ ഗ്രൂപ്പുകളോ നിലവിലുള്ള അധികാര ഘടനയോ വെല്ലുവിളിക്കാനോ സാമൂഹ്യ മാറ്റത്തിനായി നിലനിൽക്കുമ്പോൾ അവർ തങ്ങളുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരാതികളും പരിഹരിക്കാനുമുള്ള കൂട്ടായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. സാമൂഹ്യ സംഘർഷം എല്ലായ്പ്പോഴും ആക്രമണത്തിലോ നാശത്തിലേക്കോ കലാശിക്കുന്നില്ല. സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അനീതി തിരിച്ചറിയുന്നതിനും കൂടുതൽ സമത്വം ഉൾക്കൊള്ളുന്നതിനും സാമൂഹ്യ ക്രമം പിന്തുടരുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത നോക്കുന്നത് അലൈറ്റ്സ് ആണ്. അലൈറ്റ്, മാസ് എന്നീ പദങ്ങൾക്ക് കാഴ്ചപ്പാടിനെ ആശ്രയിച്ച് വ്യത്യസ്ത നിർവചനങ്ങളാണ് ഉള്ളത്. എന്നാൽ അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ സിദ്ധാന്തത്തിന് ക്ലാസിക്കൽ ജനാധിപത്യം ചിന്തയെയും അരിസ്റ്റോട്ടിലിനെയും കാൾമാർക്സിനെയും അവർ വിമർശിച്ചു. എല്ലാ സമൂഹത്തിലും പ്രധാനമായും 2 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് ഭരിക്കുന്ന ന്യൂനപക്ഷം, ഭരിക്കുന്ന ഭൂരിപക്ഷം. ഈ വിഭജനം അനിവാര്യമാണ്. ഇത് തൊഴിലാളി വിപ്ലവം സംഭവിച്ചാൽ നിലനിൽക്കുന്ന കാരണം ഇതൊരു ഭരണത്തെ മറ്റൊന്നിലേക്ക് മാറുന്നതിലേക്കും നയിക്കുന്നു. 1935 വിൽഫ്രഡ് പരേറ്റ് മനസ്സും സമൂഹവും എന്ന തന്റെ കൃതിയിൽ വ്യക്തിപരമായ ഗുണങ്ങൾ ഭരണാധികാരികളിൽ നിന്നും ഭരണാധികാരികളെ വ്യത്യസ്തരാക്കുന്നു എന്ന് വാദിച്ചു. പരേറ്റോയുടെ അഭിപ്രായത്തിൽ ഏതൊരു സമൂഹത്തിലും എല്ലായ്പ്പോഴും ഭരിക്കുന്ന ന്യൂനപക്ഷവും ഭരിക്കുന്ന ഭൂരിപക്ഷവും ഉണ്ട്. അദ്ദേഹം ഇതിനെ അലൈറ്റുകളുടെ സർക്കുലേഷൻ എന്നാണ് പരാമർശിച്ചത്. ഇനി ഇതിന്റെ ടൈപ്പ്. ഫസ്റ്റ്, റൂളിംഗ് അലൈറ്റ്. പരേറ്റ് ആണ് ഇത് അവതരിപ്പിച്ചത്. ചില വ്യക്തികൾ തങ്ങളുടെ കഴിവിനെ വളർത്താനും മറ്റുള്ളവരെ താഴ്ന്നവരായിട്ടും കാണുന്നു. ഇത് മേലുദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടു. അദ്ദേഹം ഭരണത്തിലെ ഉന്നതർ, ഭരണമില്ലാത്തവർ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചു. ഇതിൽ ഭരണത്തിലെ ഉന്നതർ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. പിന്നെ എക്കണോമിക് അലൈറ്റ്. വാരോന്റെ വർഗത്തെ നിർവചിക്കുന്നത് ജെയിംസ് ബോൺഹാം സാമ്പത്തിക സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ അധികാരമുള്ളവർ ഉന്നതരായി കണക്കുകൂട്ടി. ഇത് സമൂഹത്തിൽ ഉന്നത സ്ഥാനവും അവകാശവും നൽകുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ
അവരാണ് ഭരിക്കുന്ന ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കാൻ പരമാവധി വരുമാനം ആരുടെ അടുത്താണ് ഉള്ളത് എന്ന് നോക്കിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി പവർ അലൈറ്റ്. ബോൺഹാം അഭിപ്രായത്തിൽ ഇത് കേവലം സാമ്പത്തിക അടിത്തറ മാത്രമല്ല, ഒരു സമൂഹത്തിലെ വരൂണ്യവർഗത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നതിന് ഒരുമിച്ച് ചേരുന്ന സാമൂഹിക പ്രതിയോഗി കൂടിയായിട്ടാണ്. അദ്ദേഹം ഒരു വ്യക്തിയെ ഗ്രൂപ്പിനെയല്ല മറിച്ച് ഒരു സ്ഥാപനത്തിനെയാണ് ഇതിലൂടെ വാദിച്ചിട്ടുള്ളത്. ഇനി മാസസ്. ബഹുജനം എന്ന പദം പൊതു സമൂഹത്തെ അല്ല ബഹുജനം എന്ന പദം പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ സാധാരണ തൊഴിലാളികളോ വ്യക്തികളോ ഉൾപ്പെടാം. വംശം, വർഗീയത, ലിംഗം, സാമൂഹിക സാമ്പത്തിക നില തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയ ജനസംഖ്യയിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നതിനാൽ ബഹുജനം എന്ന പദം ഒരു ഏകീകൃത ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നില്ല. ബഹുജനങ്ങൾ പ്രതിനിധീകരിക്കുന്നത് വലിയ ജനസംഖ്യയോ അല്ലെങ്കിൽ അലൈറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനുള്ളിലെ ഭൂരിപക്ഷം ആളുകളെയോ ആണ്. കൂട്ടായ പ്രവർത്തനത്തിന് വരൂണ്യവർഗത്തിന് കൂടുതൽ ശക്തിയും സ്വാധീനവും നൽകുമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പവർ എന്താണെന്നും അതിന്റെ സവിശേഷതകള്, അതിന്റെ ഉറവിടങ്ങള്, അതുപോലെ അതോറിറ്റി, ലെജിറ്റിമസി, പിന്നെ ഇവ മൂന്നും തമ്മിലുള്ള ബന്ധം, പിന്നെന്താ കോൺഫ്ലിക്റ്റ്, എലൈറ്റ്, മാസ്, ഇതിൽ വരുന്ന ടൈപ്പ്, തിയറീസ് എന്നൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തൊരു യൂണിറ്റ് നോക്കാം.